ഇപ്പം ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുള്ളൊരു ഫിലോസഫി കേട്ടോ, അതായത് നമുക്കൊരു 5 ഭാഗത്ത് നിന്ന് നമുക്കൊരു അറ്റാക്ക് വരികയാണെങ്കിൽ 4 ഭാഗത്തെ കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഈ 5ാമത് വരുന്ന ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു അറ്റാക്കിനെ നമ്മൾ വിശ്വാസം എന്നാണ് വിളിക്കാന്നും പറഞ്ഞൊരു ഫിലോസഫി ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനോട് ഈ ഫിലോസഫി എവിടുന്നാ കിട്ടി? അതെന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ട് ഞാൻ വായിച്ചതാണ്. സോ ആ ആ ഒരു കോട്ടിനോട് അല്ലെങ്കിൽ ആ ഒരു ഫിലോസഫിയോട് എന്താണ് പറയാനുള്ളത്? അത് ആ കോട്ട് എവിടുന്നാലും വന്നെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് ആ വ്യക്തിക്ക് വിശ്വാസത്തെ എങ്ങനെയെങ്കിലും ഒന്ന് വൈറ്റ് വാഷ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ വൈറ്റ് വാഷ് ചെയ്യുന്നത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മോശം കാര്യമായിട്ടല്ല ഞാൻ ഇവിടെ പറയുന്നത്. സയൻസിൻ്റെ കണ്ണിൽ വിശ്വാസത്തിലൂടെ അല്ലെങ്കിൽ വിശ്വാസം എന്ന രീതിയിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന അറിവ് യൂസ്ഫുൾ അല്ല. നമ്മളങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കും. ഇപ്പം നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ പല ആളുകളും നമ്മൾക്ക് നല്ലത് മാത്രം വരുന്നതെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കുമെന്നും അവർ നമുക്ക് ദോഷമുള്ള ഒന്നും ചെയ്യില്ല എന്നും നമ്മൾ വിശ്വസിക്കും. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പല കാര്യങ്ങളും സ്വസ്ഥമായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അതായത് വിശ്വാസം ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. പല കാര്യത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. പക്ഷേ സയൻസുമായിട്ട് അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. സയൻസ് ലോകത്തെ റിലയബിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം എന്നാണ് അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അപ്പോൾ സയൻസ് അങ്ങനെ കണ്ടെത്തുന്ന അറിവുകളുടെ ഒരു പ്രധാന സ്വഭാവമായിട്ട് നമ്മൾ പറയുന്നത് ഇത് ഒബ്ജക്റ്റീവാണെന്നാണ്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഭൂമിയുടെ രൂപം എന്താണ്, അത് പരന്നിട്ടാണോ ഉരുണ്ടിട്ടാണോ എന്ന് ചോദിച്ചാൽ ഒരാൾ പറയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൂമി പരന്നിട്ടാണ്, വേറെ ആൾ പറയാണ് എൻ്റെ അഭിപ്രായത്തിൽ ഭൂമി ഉരുണ്ടതും പരന്നതുമല്ല, അതിനൊരു ഇഡ്ഡലിയുടെ ഷേപ്പാണ്, കുറച്ച് പരന്നിട്ടുമാണ് കുറച്ച് ഉരുണ്ടിട്ടുമാണ്. ഇങ്ങനെയുള്ള ഉത്തരത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അവിടെ? കാരണം ഭൂമിക്ക് ഇതൊന്നും അല്ല. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ എന്ത് വിചാരിച്ച് വെച്ചാലും ഭൂമിയുടെ രൂപം ഒന്ന് തന്നെയല്ലേ ഉള്ളൂ. കാരണം എല്ലാവരുടെയും സംബന്ധിച്ചിടത്തോളം ഭൂമി ഒന്നേ ഉള്ളൂ, അതിനൊരു രൂപമുണ്ട്. അപ്പം ഭൂമിയുടെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു കോമൺ എക്സാമ്പിളാണ്, ഒരു ഒബ്ജക്റ്റീവ് ഫാക്റ്റാണ്. അത് നിങ്ങൾ എന്ത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും പണ്ട് വിചാരിച്ചിരുന്ന ഭൂമി പരന്നിട്ടാണെന്നാണ്. നമ്മൾ ചുറ്റും നോക്കി അങ്ങനെ നമുക്ക് തോന്നും. അന്നും ഭൂമി പരന്നല്ലേ ഇരുന്നത്, ഉരുണ്ടല്ലേ ഇരുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥമാണ് ആ ഷേപ്പിന് മനുഷ്യരെന്ത് വിചാരിച്ചു വെച്ചേക്കുന്നു എന്നുള്ളതായിട്ട് ബന്ധമൊന്നുമില്ല. മനുഷ്യരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് മനുഷ്യരുടെ പ്രശ്നമാണ്. അത്തരം അറിവുകളെയാണ് നമ്മൾ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കുന്നത്. അത് വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവ്. ഇനി അല്ലാത്ത വ്യക്തിനിഷ്ഠമായിട്ടുള്ള അറിവുകളുണ്ട്. ഇപ്പം വികാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ളതും ഇഷ്ടാനിഷ്ടങ്ങളെ ഇതൊക്കെ വ്യക്തിനിഷ്ഠമാണ്. ഇപ്പോൾ കട്ടൻ ചായയാണോ പാൽ ചായയാണോ ടേസ്റ്റ് കൂടുതൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള അറിവൊന്നുമില്ല. അത് ഓരോരുത്തരുടെയും മസ്തിഷ്കമാണ് തീരുമാനിക്കുന്നത്. എനിക്കത് കുടിക്കുമ്പം എൻ്റെ ഇന്ദ്രിയങ്ങൾ തരുന്ന എക്സ്പീരിയൻസ് എനിക്ക് പ്ലഷർ തരുന്നുണ്ടോ, അതിലേതാണ് കൂടുതൽ പ്ലഷർ തരുന്നത്, അത് നല്ലതെന്ന് എൻ്റെ മസ്തിഷ്കം തീരുമാനിക്കും. അത് വേറൊരാൾ നിങ്ങൾ ആ ചായ കുടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേ കമ്പാരിസൺ ആയിക്കണമെന്നില്ല. അതിൽ ശരിയും തെറ്റുമൊന്നുമില്ല. അത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ സബ്ജക്റ്റീവ് എന്ന് പറയും. സയൻസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവാണ്. വിശ്വാസത്തിന് ഇങ്ങനെ പരിധികൾ, ഓരോരുത്തരും അവരുടെ രീതിയിൽ വിശ്വസിക്കാം. പിന്നെ ഒരുപോലെ വിശ്വസിക്കുന്നവർക്ക് വേണമെങ്കിൽ സംഘം ചേരാം, അങ്ങനെ വലിയ മൂവ്മെൻ്റൊക്കെ ആക്കി മാറ്റാം. പക്ഷെ അപ്പോഴും അത് സബ്ജക്റ്റീവാണ്. ഞാൻ പറഞ്ഞത് അതാണ് ഈ 4 വശവും 5ാമത്തെ വശമായിട്ട് ഇതിനെ താരതമ്യം ചെയ്യുമ്പം ഇത് 2 തരം ഡയമെൻഷൻസാണ്. നമുക്ക് അതിനങ്ങനെ കമ്പയർ ചെയ്യുന്നൊരു കാര്യമില്ല. ഇപ്പം പലപ്പോഴും നമുക്ക് തോന്നും സയൻസ് മാത്രം പോരല്ലോ. അതായത് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ സയൻറ്റിഫിക്കായിട്ട് മനസ്സിലാക്കണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് വൈകാരികമായിരിക്കും. പക്ഷേ അൺസയൻറ്റിഫിക് ആകുക എന്ന് പറയുന്നൊരു മോശമായതുകൊണ്ട് ഇതും സയൻറ്റിഫിക്കോ അല്ലെങ്കിൽ സയൻസിന് അപ്പുറമുള്ള എന്തോ ആണെന്ന് വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കംഫർട്ട് തോന്നും. അങ്ങനെയാണ് പല ആളുകളും ഇതിനെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ ഈ രീതിയിൽ തന്നെ പാസ്സാക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു അഭ്യാസത്തിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് തോന്നുന്നു ഒരുപാട് ചിന്തിക്കണ്ടല്ലോ, അതായത് ചിന്തിച്ച് ചിലപ്പോൾ മനുഷ്യനെ ഭ്രാന്തായി പോകണ്ടെന്ന് വെച്ചുകൊണ്ട് എനിക്കൊരു ചിന്തിച്ചങ്ങനെ ഭ്രാന്താകത്തൊന്നുമില്ല. ചിന്തിക്കാൻ നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിന്തിച്ചാൽ ചിന്തയ്ക്ക് GST ഒന്നും അടയ്ക്കേണ്ടല്ലോ, എത്ര വേണേലും ഇരുന്ന് ചിന്തിക്കാമല്ലോ.